ഇലക്ഷനാണല്ലോ, തെരഞ്ഞെടുപ്പാണ് വരെ നമ്മൾ ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കുമല്ലോ. മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ അതുപോലെയുള്ള പല സംഗതികളും ഈ 10 കൊല്ലത്തിനുള്ളിൽ ഒരു മെഗാ പ്രോജക്ട് നിങ്ങൾ കൊണ്ടുവന്ന് ഒന്നിച്ച് നിങ്ങളായിട്ട് സാർ വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം എവിടെ? അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെതിരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് DMRCക്ക് അത് കിട്ടിയതെന്ന് അതിന്റെ നേതൃത്വം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സാർ നിങ്ങളുടെ മന്ത്രിസഭ സാർ അന്ന് ഇൻവെസ്റ്റ് സബ്മിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്കൊക്കെ ഐക്യമുണ്ടായില്ല. അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ UDF കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ്, 1 ഇഞ്ച് ഭൂമി നൽകില്ല. ഞങ്ങളല്ല പറഞ്ഞത്, ഇന്നത്തെ UDF കൺവീനർ അന്നത്തെ റവന്യൂ മന്ത്രി അന്നത്തെ ഹരിത MLA-മാരുടെ പ്രസ്താവന നോക്കിക്കോ. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ഇപ്പൊ തന്നെ ഏത് വികസന പദ്ധതികൾ, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. നേരത്തെ ഞങ്ങൾ കേരയിൽ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞവർ BJP കേരയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ? ഈ അമ്പർധാര കേരളം അറിയില്ലേ? അതുകൊണ്ട് സാർ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേ രാഷ്ട്രീയ തർക്കത്തിൽ ചോദ്യം വന്ന് അങ്ങേപ്പോലുള്ള സാധാരണ ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തിയത് കൊണ്ട് ഞങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ കാര്യം മാത്രമാണ് സഭയിൽ